കേരള സഹസ്രയുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ 5 പ്രതികൾക്കെതിരെ പോലീസ് നരഹത്യ ചുമത്തിയിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ SIT അറിയിച്ചിരിക്കുന്നത്. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ആണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഒളിവിലാണ് ഗൺമാന്മാർ. കഴിഞ്ഞ ദിവസമൊക്കെ കോടതി പരിസരത്തും മറ്റും ഇവരെത്തിയിരുന്നു. കേസിന്റെ കുരുക്ക് മുറുകുന്നു എന്നറിഞ്ഞപ്പോൾ മുങ്ങുകയായിരുന്നു അവിടെ നിന്ന്. ഇപ്പോൾ എന്താണ് കോടതിയിലെ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, ഈ ഗൺമാന്മാരുടെ കേസിൽ അവസാനം പ്രതി ചേർക്കപ്പെട്ട 3 പേർ അരുൺ, സൈജു, വിപിൻ എന്നിവരാണ് ഇപ്പോൾ കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നേരത്തെ അനിൽ കല്ലിയൂറും ഒപ്പം സന്ദീപും, അതായത് ഈ ആദ്യ പ്രതി ചേർക്കപ്പെട്ട 1ഉം 2ഉം പ്രതികളെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായിരുന്നു അനിൽ കല്ലിയൂറും സന്ദീപും. അവരെ കൂടാതെ അന്നുണ്ടായിരുന്ന മറ്റ് 3 പേരും കൂടെ ചേർത്ത് 5 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുക. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇവര് ഈ വകുപ്പുകൾ ചുമത്തുന്നതിന് മുമ്പ്, അതായത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുന്നതിന് മുൻപ് തന്നെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് അവർ ആ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ അതിനെ അപ്പീലിനെ തള്ളിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. കാരണം SIT നൽകിയ റിപ്പോർട്ടിൽ അന്ന് ഇവർക്കെതിരെ അത്തരത്തിലുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പിന്നീട് SIT കേസിൽ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തതോട് പിന്നാലെ ഇവർ ഒളിവിൽ പോയി എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിൽ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറോടൊപ്പം തന്നെ ഈ കേസിൽ കക്ഷി ചേരാനായി മർദ്ദനമേറ്റ അജയ് ജുവൽ കുര്യാക്കോസിന്റെയും ഒപ്പം തന്നെ AD തോമസിന്റെയും അഭിഭാഷകനോട് കൂടി കോടതി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവരുടെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ SIT ഈ ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും. അതേസമയം ഇത് അന്വേഷണത്തിന്റെ തുടക്കഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ SIT കോടതിയെ അറിയിച്ചിരുന്നു. അതേ സമീപനം തന്നെയായിരിക്കും ഇതിനകത്ത് സ്വീകരിക്കുക. കൂടുതൽ തെളിവുകൾ, അതായത് അന്ന് SIT നൽകിയ റിപ്പോർട്ടിൽ ഈ പ്രതികൾ അകാരണമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടുണ്ടെന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി കൂടി ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ സംഘം ഈ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതോടെയാണ് ഈ അനിൽ കല്ലിയൂർ സന്ദീപും അടക്കമുള്ള ആളുകൾ ഒളിവിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിലും ഈ അനിൽ കല്ലിയൂർ അടക്കമുള്ള ആളുകളെ നമുക്ക് അവിടെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. അതിന് പിന്നാലെയാണ് SIT ഈ വകുപ്പ് ചുമത്തിയതിന് പിന്നാലെ ഇപ്പോൾ ഇവർ ഒളിവിലാണെന്നുള്ള വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാകാനുള്ള സാധ്യത കുറവാണ്. ശരി ശരണ്യ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.